Hi friends, ഇന്ന് നമ്മൾ ഫിഹാർ സീരീസിലത്തെ ഫൈനൽ റെസിപ്പി വീഡിയോ ആണ് കാണിക്കുന്നത്. ഇന്ന് കാണിക്കുന്നത് നൂഡിൽസ് ഫിഹാർ. അപ്പോൾ ഫിഹാർ സീരീസിലത്തെ വീഡിയോസ് വല്ലതും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം കാണാം. കബ്സ സ്പൈസ് മിക്സ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത് ഫിഹാർ സീരീസ്. ആ കബ്സ സ്പൈസ് മിക്സ് എല്ലാ റെസിപ്പിയിലും യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലെയിം ഗ്രിൽഡ് അല്ലെങ്കിൽ ഫിഹാർ ചെയ്ത ഡിഷസാണ് എല്ലാം. അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് നൂഡിൽസ് ഫിഹാർ. നൂഡിൽസ് പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു ഐറ്റം അല്ലേ. അപ്പോൾ ഈ നൂഡിൽസിൽ ഗാർലിക് സോസും ആ ഫിഹാർ ചെയ്ത് അല്ലെങ്കിൽ ഫ്ലെയിം ഗ്രിൽ ചെയ്ത ചിക്കനും ആ കബ്സ സ്പൈസ് മിക്സൊക്കെ ചേർത്തുണ്ടാക്കുന്ന കാരണം ഒരു ചൈനീസ് ഫ്ലേവർ വിട്ട് ഒരു അറേബ്യൻ ടച്ചുള്ള ഒരു നൂഡിൽസ് ഡിഷാണ്. വേഗം നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഒരു 350 മുതൽ 400 ഗ്രാംസ് വരെ ചിക്കൻ ബ്രസ്റ്റ് സ്ട്രിപ്സ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തത്. അതിലേക്ക് 1-1.25 ടീസ്പൂൺ വരെ കബ്സ സ്പൈസ് മിക്സ് ഞാൻ ഷെയർ ചെയ്തിരുന്നു വീഡിയോ. പിന്നെ മാഗി അല്ലെങ്കിൽ നോറിൻ്റെ ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് ഒരു പകുതി കഷ്ണം അതും കൂടി ചേർക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി വേണം, ഒരു 1/2 ടീസ്പൂണിൽ കുറവ് മതി. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ക്യൂബിൽ അത്യാവശ്യം ഉപ്പുണ്ട്, എന്നാലും നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പി ഇതിലേക്ക് പിടിപ്പിക്കണം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്ത് പിന്നെ 1/2 സവാള, വലിയ സവാള ആണെങ്കിൽ 1/2 സവാള മതി, അത് സ്ലൈസ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. കുറച്ച് നേരം നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ആ സമയത്ത് നൂഡിൽസ് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടി ഏതെങ്കിലും എഗ് നൂഡിൽസ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഹാക്ക നൂഡിൽസ് അതുപോലത്തെ എന്തെങ്കിലും യൂസ് ചെയ്യാം. എഗ് നൂഡിൽസ് എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. ചില എഗ് നൂഡിൽസിന് ഒരു വല്ലാത്തൊരു മണം ഉണ്ടാവും എഗ്ഗിൻ്റെ ഒക്കെ. ഈ മഞ്ഞ കളർ കൂടിയ നൂഡിൽസിന് ചിലതിന് ആ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതില്ലാത്ത നൂഡിൽസ് എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് അറിയുന്ന ഏതെങ്കിലും ബ്രാൻഡ്, അല്ലെങ്കിൽ ഈ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ആ മണവും ഈ സ്പൈസസിൻ്റെ മണമൊക്കെ കൂടി ഒത്തുചേരില്ല. അപ്പോൾ 400 ഗ്രാം നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. പാക്കറ്റ് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഇത് കുക്ക് ചെയ്ത് ഒന്ന് കുക്കായതിന് ശേഷം നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇതൊരു പ്ലേറ്റിൽ പരത്തിടാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ആ നൂഡിൽസ് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. പിന്നെ നൂഡിൽസ് കുക്ക് ചെയ്യുമ്പോൾ ഓവർ കുക്ക് ചെയ്യാണ്ട് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. നൂഡിൽസ് കുക്ക് ചെയ്യാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, അതുകൊണ്ട് ഓവർ കുക്ക് ചെയ്യരുത്. ഓവർ കുക്ക് ചെയ്താൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ സ്റ്റർ ഫ്രൈ ചെയ്യുമ്പോൾ നൂഡിൽസ് ആകെ കുഴഞ്ഞിരിക്കും. പിന്നെ നൂഡിൽസിന് വേണ്ടി ആവശ്യമുള്ളത് 1 കപ്പ് ജുലിയൻ ചെയ്ത ക്യാരറ്റ്, 1 കപ്പ് കാബേജ്, പിന്നെ ഒരു വലിയ കാപ്സിക്കം ഇതുപോലെ സ്ട്രിപ്സ് ആക്കി കട്ട് ചെയ്തത്, പിന്നെ ഒരു സവാള സ്ലൈസ് ചെയ്തത്. അപ്പോൾ ഒരു വലിയ കടായി അല്ലെങ്കിൽ ചൈനീസ് കടായി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. ചൂടായി വരുമ്പോഴേക്കും നമുക്ക് 3 ടേബിൾ സ്പൂൺ നല്ല കൊത്തി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് ഇതൊന്ന് വഴച്ചെടുക്കാം. ഒന്ന് നല്ല സോഫ്റ്റ് ആവണം, പക്ഷേ തീരെ കളർ മാറിപ്പോകരുത്. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഇനി ചേർക്കുന്നത് 2-3 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റാണ്, റെഡ് ചില്ലി പേസ്റ്റ്. അത് ഉണക്കമുളക് നന്നായിട്ട് തിളപ്പിച്ച് അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുറേ നേരം സോക്ക് ചെയ്തതിന് ശേഷം അരച്ചുണ്ടാക്കുന്ന പേസ്റ്റാണ്. ഇതിൻ്റെ റെസിപ്പി വീഡിയോ എൻ്റെ ഇംഗ്ലീഷ് ചാനലിലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചില്ലി പേസ്റ്റ് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കളറൊക്കെ ഒന്ന് നല്ല ഒരു ബ്രൈറ്റ് കളറായി വരും, അതുപോലെ ആ മൂത്ത മണവും വരും. അപ്പോൾ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നീളത്തിൽ ഇതുപോലെ അരിഞ്ഞ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കബ്സ സ്പൈസ് മിക്സ് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മതി. ഈ സ്പൈസ് മിക്സ് കൂടുതൽ ചേർക്കരുത്, ഇവിടെ 1 ടീസ്പൂൺ മതിയാവും. പിന്നെ നേരത്തെ നമ്മൾ 1/2 ക്യൂബ് ചിക്കൻ സ്റ്റോക്ക് യൂസ് ചെയ്തതിൻ്റെ ബാക്കി പകുതി ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ ക്യാപ്സിക്കമാണ് എടുത്തത്, അത് മുഴുവൻ ഇടണ്ട, കുറച്ച് ബാക്കി വെക്കാം. ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്, ബാക്കി മുഴുവൻ ഇതിലേക്ക് ഇടാം. ഇത് ഇനി ക്യാപ്സിക്കം ഒന്ന് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ ശകലം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ ക്യാപ്സിക്കം നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ. ഇപ്പോൾ ക്യാപ്സിക്കം നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി പോകരുത്. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പൊടികളൊന്നും കൂടി പോകരുത്, ഈ പറഞ്ഞ അളവ് മതിയാവും. ഇനി നമുക്ക് വേഗം ജുലിയൻ ചെയ്ത ക്യാരറ്റും ഷ്രെഡ് ചെയ്ത കാബേജും ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ക്യാരറ്റും കാബേജും ചേർത്താൽ ഒരുപാട് നേരം കുക്ക് ചെയ്യണ്ട. ഇതിലേക്ക് വേഗം നമുക്ക് കുക്ക് ചെയ്ത് പരത്തി വെച്ചിരുന്ന നൂഡിൽസ് ചേർത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ടോസ് ചെയ്തെടുക്കണം. എല്ലാ പേസ്റ്റും അതിൻ്റെ മസാലയും
വെജിറ്റബിൾസൊക്കെ ഈ നൂഡിൽസിൽ നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി ഇടണം. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ഇതുപോലെ ടോങ്സ് യൂസ് ചെയ്യുന്നതാണ്. നല്ല ഹൈ ഹീറ്റ് ചൈനീസ് കടായിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ കടായിലൊന്നും കുഴപ്പമില്ല. നല്ല ഹൈ ഹീറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. വളരെ ഹൈ ഫ്ലെയിമിൽ ഇത് ടോസ് ചെയ്തെടുക്കുമ്പോൾ എന്നിട്ട് 1-2 ടേബിൾ സ്പൂൺ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് അനുസരിച്ച് സോയ് സോസ് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനൊരു ഫ്ലെയിം ഗ്രിൽഡിൻ്റെ ആ മണം കുറച്ചും കൂടി കിട്ടണമെങ്കിൽ നമുക്ക് ഒരു കഷ്ണം ചാർക്കോൾ അടുപ്പത്ത് നല്ല റെഡായി കിട്ടണ വരെയും ഒന്ന് ചെയ്തിട്ട് ഈ നൂഡിൽസിൻ്റെ നടുക്ക് ഒരു ചെറിയ ബൗളിൽ സ്റ്റീൽ ബൗളിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു ഡ്രോപ്പ് എണ്ണ, അപ്പോൾ നന്നായി പുകഞ്ഞ് വരും. നമ്മൾ തന്തൂരിക്കൊക്കെ ചെയ്യണ പോലെ. എന്നിട്ട് കുറച്ച് നേരം മൂടി വെക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണമൊക്കെ കിട്ടും. അപ്പോൾ ഞാനിന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ ആവശ്യം തോന്നിയില്ല. ഇനി നമുക്ക് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അതിന് 4 മുട്ട, അത്യാവശ്യം ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് നന്നായിട്ട് അടച്ചിട്ട് നമ്മൾ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ചിക്കി എടുക്കുകയാണ്. അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. സൺഫ്ലവർ ഓയിൽ, എന്നിട്ട് നല്ല ചൂടായിരിക്കണം ഓയിൽ. എന്നിട്ട് ഈ ചിക്കന് ഇട്ടിട്ട് ഏറ്റവും ഹൈ ഫ്ലെയിമിൽ തീ കൂട്ടി വെച്ചിട്ട് നമുക്കിതുപോലെ നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് ഒരുവിധം ഫ്രൈ ആയി വരുമ്പോൾ ക്യാപ്സിക്കം, ബാക്കി കുറച്ച് റിസർവ് ചെയ്ത് വെച്ചിരുന്ന ക്യാപ്സിക്കം ഉണ്ടായല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ക്യാപ്സിക്കമും കൂടി ഒന്നും കൂടി സോഫ്റ്റായി വരണം. ചിക്കൻ ഒന്നും കൂടി ഫ്രൈ ആവണം. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് ഫ്രൈ ചെയ്യാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കുറച്ച് ഫ്ലെയിമൊക്കെ ഇതിൽ കിട്ടുന്ന രീതിയിലൊന്ന് ടോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നല്ലൊരു മണം ഈ ചിക്കനും കൂടി കിട്ടും. പിന്നെ നൂഡിൽസിന് ചെയ്ത പോലെ തന്നെ ചെറിയൊരു കഷ്ണം ചാർക്കോൾ വീണ്ടും ചൂടാക്കി ഈ ചിക്കൻ കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്കും വെച്ചിട്ട് പാൻ മൂടി വെച്ചാൽ ഇതിനും കിട്ടും ആ ചാർക്കോൾ സ്മെൽ. അപ്പോൾ ചിക്കൻ ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാബേജ് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പ് ക്യാബേജ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അത് മാറ്റി. അങ്ങനെ ചാർക്കോൾ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. മുമ്പത്തെ വീഡിയോ ചിക്കൻ ഫിഹാർ റെസിപ്പി വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഇതുപോലെ ഒരു ഗ്രിൽ പാനിൽ നമുക്ക് ചിക്കൻ ഒന്ന് ചുട്ട് ഒന്ന് പുകച്ച് ഒന്ന് ഫ്ലെയിം ഗ്രില്ല് ചെയ്തെടുക്കാം. അതിൽ കുറച്ച് ഫ്ലെയിംസും കുറച്ച് പുകയൊക്കെ വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. ശരിക്കും നല്ലൊരു ഫ്ലെയിം ഗ്രിൽഡ്, നല്ലൊരു പുക മണവും അതും വളരെ ടേസ്റ്റിയാണ്. ചാർക്കോൾ തന്നെ വേണമെന്നില്ല. അപ്പോൾ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ ഗ്രിൽ പാൻ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നു. എന്തെങ്കിലും ടൈപ്പ് ബാർബിക്യൂവിൻ്റെ ഗ്രില്ല് പാൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നൂഡിൽസിന് വേണ്ടി ക്യാബേജ് ചേർത്ത ചിക്കൻ ഇതുപോലെ തന്നെ ഈ ഗ്രിൽ പാനിൽ വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഫ്ലെയിം ഗ്രിൽ ചെയ്തെടുക്കാം. ആ ഫ്ലെയിംസും പുകയും ഒക്കെ ഒരു 2 മിനിറ്റോളം കൊണ്ടതിന് ശേഷം നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് പ്ലേറ്റിംഗ് തുടങ്ങാം. ആ പ്ലേറ്റിലേക്ക് നൂഡിൽസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നൂഡിൽസ് ചൂടോടുകൂടി സെർവ് ചെയ്യാൻ നോക്കണം. ഇതിൻ്റെ മുകളിൽ ചിക്കിയ മുട്ട ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇടുന്നത് അറബിക് സ്റ്റൈൽ ഗാർലിക് സോസാണ്. ഞാൻ ഗാർലിക് സോസിൻ്റെ 2-3 വീഡിയോസ് ഷെയർ ചെയ്തിരുന്നു. ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇതിന് വേണ്ടിയിട്ട്. തൂം സ്റ്റൈലായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഗാർണിഷിന് വേണ്ടി സ്പ്രിംഗ് ഓണിയൻ, സെലറി, മല്ലിയില ഇതെല്ലാം യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്താലും വളരെ നല്ലതാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളതെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഫിഹാർ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി കൊടുക്കാൻ നോക്ക്, ചൂടോടുകൂടി കഴിക്കുക. ഗാർലിക് സോസ് നല്ല അത്യാവശ്യത്തിന് കുറച്ച് ഉണ്ടാക്കി വെച്ചോ, കാരണം എല്ലാവർക്കും അത് കൂട്ടി കഴിക്കാൻ വളരെ ഇഷ്ടമാവും. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു കമൻറ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മറക്കാതെ ഷാനാസ് സ്പൈസസ് സബ്സ്ക്രൈബ് ബട്ടണും ആ ബെൽ ഐക്കോണും അമർത്താൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്